Hi students, welcome to Learning Now. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വിൻഡോസ് ഡോർസ് ആൻഡ് വെന്റിലേറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ എക്സാംസിനൊക്കെ വിൻഡോസിലെയും ഡോർസിലെയൊക്കെ ടെക്നിക്കൽ ടേംസ്, അതുപോലെ തന്നെ വിൻഡോസിൻ്റെയും ഡോർസിൻ്റെയൊക്കെ ടൈപ്സ്, ഇതൊക്കെ റിപ്പീറ്റഡ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ടെക്നിക്കൽ ടേംസ് ഒക്കെ അതുപോലെ തന്നെ ടൈപ്സ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡോർസ്, വിൻഡോസ് ആൻഡ് വെന്റിലേറ്റേഴ്സ് എന്നുള്ള ടോപ്പിക്ക് എല്ലാവരും വൃത്തിയായിട്ടൊന്ന് നോക്കി പോവുക. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. സോ എല്ലാവരും അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ ടോപ്പിക്സ് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിൻഡോസ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഒരു ബിൽഡിങ്ങിൽ വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു ലൈറ്റിൻ്റെയും എയറിൻ്റെയും ഫ്രീ സർക്കുലേഷന് വേണ്ടിയാണ് നമ്മൾ വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ഒരു ബിൽഡിങ്ങിനകത്തേക്ക് ലൈറ്റിൻ്റെയും എയറിൻ്റെയും ഫ്രീ സർക്കുലേഷന് വേണ്ടിയാണ് നമ്മൾ വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വിൻഡോസിലൂടെ പെഡസ്ട്രിയൻ മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. ഓക്കെ, വിൻഡോസിലൂടെ പെഡസ്ട്രിയൻ മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. അപ്പോൾ വിൻഡോസിൽ 2 പാർട്സ് ആണുള്ളത്, വിൻഡോ ഫ്രെയിമും അതുപോലെ തന്നെ വിൻഡോ ഷട്ടറും. ഓക്കെ, വിൻഡോ ഫ്രെയിം ഉണ്ട്, അതുപോലെ തന്നെ വിൻഡോ ഷട്ടർ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് സൈസ്. വിൻഡോസിൻ്റെ സൈസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ബ്രെഡ്ത്ത് ഓഫ് വിൻഡോ എന്ന് പറയുന്നത് 1/8 ഇൻറ്റു വിഡ്ത്ത് ഓഫ് റൂം പ്ലസ് ഹൈറ്റ് ഓഫ് റൂം ആണ്. ഓക്കെ, ബ്രെഡ്ത്ത് ഓഫ് വിൻഡോ എന്ന് പറയുന്നത് 1/8 ഇൻറ്റു വിഡ്ത്ത് ഓഫ് റൂം പ്ലസ് ഹൈറ്റ് ഓഫ് റൂം ആണ്. ഓക്കെ, അതുപോലെ തന്നെ മിനിമം ഹൈറ്റ് ഓഫ് സിൽ ഫ്രം ദ ഫ്ലോർ ലെവൽ എന്ന് പറയുന്നത് 60 to 70 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. മിനിമം ഹൈറ്റ് ഓഫ് സിൽ ഫ്രം ദ ഫ്ലോർ ലെവൽ എന്ന് പറയുന്നത് 60 to 70 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് വിൻഡോസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ്. പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കുക എന്തൊക്കെയാണ് ടെക്നിക്കൽ ടേംസ് എന്ന്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താണ് ഫ്രെയിം. ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അസംബ്ലി ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മെമ്പേഴ്സ് ഫോമിങ് ആൻ എൻക്ലോഷർ ടു വിച്ച് ദ ഷട്ടേഴ്സ് ആർ ഫിക്സ്ഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഷട്ടർ. അതായത് ഈ വിൻഡോസിൻ്റെയും ഡോർസിൻ്റെയും ഒക്കെ ഓപ്പണബിൾ പാർട്സിനെയാണ് നമ്മൾ ഷട്ടേഴ്സ് എന്ന് പറയുക. ഓക്കെ, വിൻഡോസിൻ്റെയും ഡോർസിൻ്റെയൊക്കെ ഓപ്പണബിൾ പാർട്സ് ആണ് ഷട്ടേഴ്സ്. നെക്സ്റ്റ് ഹെഡ്. ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ മോസ്റ്റ് ഹൊറിസോണ്ടൽ പാർട്ട്. ഓക്കെ, അപ്പർ മോസ്റ്റ് ഹൊറിസോണ്ടൽ പാർട്ട് ഓഫ് എ ഫ്രെയിമിനെയാണ് നമ്മൾ ഹെഡ് എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് സിൽ. സിൽ എന്താണ്? പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, ലോവസ്റ്റ് ഓർ ബോട്ടം മോസ്റ്റ് ഹൊറിസോണ്ടൽ പാർട്ടിനെയാണ് നമ്മൾ സിൽ എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഹോൺ. ഹോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിംസിൽ വരുന്ന ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ ഹോൺ എന്ന് പറയുക. ഓക്കെ, ഫ്രെയിംസിൽ വരുന്ന ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ ഹോൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ലൊക്കേഷൻ ഓഫ് വിൻഡോസ്. ഓക്കെ, അതായത് പ്രോപ്പർ എയർ ആൻഡ് ലൈറ്റ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വിൻഡോൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? ഓക്കെ, അതായത് ഒരു റൂമിൻ്റെ നോർത്തേൺ സൈഡിലായിരിക്കും നമ്മൾ വിൻഡോ പ്രൊവൈഡ് ചെയ്യുക, ബിക്കോസ് ഫ്രഷ് എയറിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടി. ഓക്കെ, അതുപോലെ തന്നെ മിനിമം ഹൈറ്റ് ഓഫ് സിൽ ഫ്രം ദ ഫ്ലോർ ലെവൽ എന്ന് പറയുന്നത് 60 to 70 ആയിരിക്കും. ഓക്കെ, 60 to 70 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ക്രോസ് വെൻറ്റിലേഷൻ കിട്ടുന്നത് പോലെ ആയിരിക്കും നമ്മൾ വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതായത് റൂമിൻ്റെ നോർത്തേൺ സൈഡിലായിരിക്കും, അതുപോലെ തന്നെ ക്രോസ് വെൻറ്റിലേഷൻ കിട്ടുന്നത് പോലെ ആയിരിക്കും. അതുപോലെ തന്നെ മിനിമം ഹൈറ്റ് ഓഫ് സിൽ ഫ്രം ദ ഫ്ലോർ ലെവൽ എന്ന് പറയുന്നത് 60 to 70 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് വിൻഡോ. അപ്പോൾ വിൻഡോസിൻ്റെ ടൈപ്സ് നമുക്ക് നോക്കാം. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫിക്സഡ് വിൻഡോ, pivoted window, double hung window, sliding window, sash window, louvered window, metal window. Then bay window, corner window, dormer window, gable window, lantern window, skylights and ventilators. ഫസ്റ്റ് വൺ ആണ് ഫിക്സഡ് വിൻഡോ. ഓക്കെ, പിക്ചറിൽ കാണുന്നുണ്ട് എന്താണ് ഫിക്സഡ് വിൻഡോ. ഫിക്സഡ് വിൻഡോ എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫിക്സഡ് വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ലൈറ്റിൻ്റെ എൻട്രി മാത്രമാണ് പോസിബിളായിട്ട് വരുള്ളൂ. ഓക്കെ, എയറിൻ്റെ എൻട്രി ഇല്ല, അതായത് വെൻറ്റിലേഷൻ ഇല്ല, ലൈറ്റിൻ്റെ എൻട്രി മാത്രമാണ് ഈ ഫിക്സഡ് വിൻഡോയിലൂടെ പോസിബിളായിട്ടുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ ഫിക്സഡ് വിൻഡോ എവിടെയാണ് യൂസ് ചെയ്യുക?
അതായത് നമുക്ക് ലൈറ്റ് ഓർ വിഷൻ എലോൺ ഈസ് നീഡഡ്. ഓക്കെ, അതുപോലെ തന്നെ വെന്റിലേഷൻ പോസിബിൾ അല്ല ടു ഫിക്സഡ് വിൻഡോസ്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് പൈവോട്ടഡ് വിൻഡോ. നമ്മൾ പിക്ചറിൽ കാണുന്നുണ്ട് എന്താണ് സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. സോ നമുക്ക് ഈ പൈവോട്ടഡ് വിൻഡോൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്ന സമയത്ത് ടോപ്പ് പോർഷൻ അകത്തേക്കും അതുപോലെ തന്നെ ബോട്ടം പോർഷൻ പുറത്തേക്കും സ്വിങ് ചെയ്യുന്ന രീതിയിലാണ് പൈവോട്ടഡ് വിൻഡോൻ്റെ ഓപ്പണിംഗ് പോസിബിളായിട്ട് വരുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഡബിൾ ഹങ് വിൻഡോസ്. പിക്ചറിൽ നോക്കൂ, ഡബിൾ ഹങ് വിൻഡോസിൽ 2 പാർട്സ് ഉണ്ട്. ഇത് സ്ലൈറ്റ്ലി ഓവർലാപ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡബിൾ ഹങ് വിൻഡോസ് മേലിലേക്കും താഴത്തേക്കും സ്ലൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോപ്പ് പോർഷനിലും അതുപോലെ തന്നെ ബോട്ടം പോർഷനിലും അതുപോലെ തന്നെ ടോപ്പിലും ബോട്ടത്തിലും നമുക്ക് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ 2 പാർട്സ് ഓഫ് വിൻഡോസ് സെയിം സൈസിൽ ആയിരിക്കണം എന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സ്ലൈഡിങ് വിൻഡോസ്. സ്ലൈഡിങ് വിൻഡോസ് നമുക്കറിയാം എവിടെയൊക്കെയാണ് ട്രെയിൻസ്, ബസ്സസ്, ബാങ്ക് കൗണ്ടേഴ്സ്, ഇവയിലൊക്കെ നമ്മൾ സ്ലൈഡിങ് വിൻഡോസ് പ്രൊവൈഡ് ചെയ്യും. ഈ സ്ലൈഡിങ് വിൻഡോസിൻ്റെ ഷട്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം അതായത് മൂവിങ് പാർട്സ് ആണ്. ഓക്കെ, ഒരു ഡോസിൻ്റെയോ വിൻഡോയിൻ്റെയോ ഓപ്പണബിൾ ആയിട്ടുള്ള പാർട്സിനെയാണ് നമ്മൾ ഷട്ടേഴ്സ് എന്ന് പറയുക. ഈ ഷട്ടേഴ്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലി മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്ലൈഡിങ് വിൻഡോസിൻ്റെ ഷട്ടേഴ്സ് ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലി മൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ട്രെയിൻ, ബസ്, ബാങ്ക് കൗണ്ടേഴ്സ്, ഇതിലൊക്കെയാണ് നമ്മൾ സ്ലൈഡിങ് വിൻഡോസ് കൂടുതലായിട്ടും പ്രൊവൈഡ് ചെയ്യാറ്. നെക്സ്റ്റ് ഒന്നാണ് സാഷ് വിൻഡോസ്. പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, പാനൽസ് എന്ന് പറയുന്നത് ഫുള്ളി ഗ്ലേസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ടിമ്പർ മെമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ടിമ്പർ മെമ്പേഴ്സ് ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലി പ്രൊവൈഡ് ചെയ്തിട്ട് ഈ പാനൽസിനെ സ്മോൾ പാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സ്പേസിനെ സ്മോൾ പാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ടിമ്പർ മെമ്പേഴ്സ് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി പ്രൊവൈഡ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ടൈപ്പ് ലൂവേർഡ് വിൻഡോസ്. അത് ഈ ലൂവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, ബ്ലേഡ് ലൈക്ക് അപ്പിയറൻസ് ആണ്. ആംഗിൾഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, പ്രോപ്പർ ലൈറ്റ് അതേപോലെ തന്നെ എയർ എല്ലാം ബിൽഡിങ്ങിലേക്ക് സർക്കുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അത് മാത്രമല്ല റെയിനിൻ്റെ എൻട്രി എല്ലാം, അതായത് വാട്ടറിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡയറക്റ്റ് സൺഷൈൻ, നോയ്സ്, ഇതിൻ്റെയൊക്കെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ ലൂവേർഡ് വിൻഡോസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇക്കണോമിക്കൽ ആംഗിളായിട്ട് വരുന്നത് 45 ഡിഗ്രിയാണ്. ലൂവേഴ്സിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, ഇക്കണോമിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. യൂഷ്വലി ഈ ബ്ലേഡ്സ് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് മെറ്റൽ വിൻഡോസ്. മെറ്റൽ വിൻഡോസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് നമ്മൾ മൈൽഡ് സ്റ്റീലാണ്. ലെസ്സർ കോസ്റ്റാണ്. അതുപോലെ തന്നെ മോർ സ്ട്രെങ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കോമൺലി നമ്മൾ ആംഗിൾ സെക്ഷൻ, സെഡ് സെക്ഷൻ, ടി സെക്ഷൻ, അതുപോലെ തന്നെ ചാനൽ സെക്ഷൻസൊക്കെയാണ് മെറ്റൽ വിൻഡോസിൻ്റെ കാര്യത്തിൽ യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ ഈ ഷേപ്പെല്ലാം നമ്മുടെ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, വിൻഡോയുടെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടും നമ്മുടെ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പ് മോഡിഫൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ മെറ്റൽ വിൻഡോസിൽ മൈൽഡ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. ലെസ്സർ കോസ്റ്റാണ്. അതുപോലെ തന്നെ മോർ സ്ട്രെങ്ത്തും ഉണ്ട്. നെക്സ്റ്റ് വൺ ആണ് ബേ വിൻഡോസ്. ബേ വിൻഡോസ് നമ്മൾ പിക്ചറിൽ കാണുന്നുണ്ട്. എന്താണ് ബേ വിൻഡോസ്? എക്സ്റ്റേണൽ വാളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. എക്സ്റ്റേണൽ വാളിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് വിൻഡോസാണ് ബേ വിൻഡോസ്. അപ്പോൾ ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ട്രയാങ്കുലർ ആയിരിക്കാം, സർക്കുലർ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ആയിരിക്കാം. പ്രൊജക്ഷൻ്റെ ഷേപ്പ് ട്രയാങ്കുലർ, സർക്കുലർ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ആയിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ബേ വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഈ വിൻഡോസിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? വിൻഡോസിൻ്റെ ഏരിയ, അതായത് ഓപ്പണിങ്സിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏരിയ കൂടുന്തോറും കൂടുതൽ എയറും അതുപോലെ തന്നെ ലൈറ്റൊക്കെ ബിൽഡിങ്ങിനുള്ളിലേക്ക് എൻട്രി ചെയ്യാൻ, സർക്കുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ റൂമിന് എക്സ്ട്രാ സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗുഡ് അപ്പിയറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ബേ വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടൈപ്പാണ് കോർണർ വിൻഡോ. പിക്ചറിൽ കാണുന്നുണ്ട്. മോസ്റ്റ്ലി നമ്മൾ ബെഡ്റൂംസിലൊക്കെയാണ് കോർണർ വിൻഡോസ് കൊടുക്കുക. കൂടുതലായിട്ട് ലൈറ്റ്
ലൈറ്റിൻ്റെ എൻട്രി, അതുപോലെ തന്നെ എയറിൻ്റെ സർക്കുലേഷൻ, അതുപോലെ തന്നെ നല്ല എസ്തറ്റിക് അപ്പിയറൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കോർണർ വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് കോർണർ വിൻഡോന് 2 ഫേസസ് ഉണ്ടാവും പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ. അതുപോലെ തന്നെ നമ്മളിത് കൂടുതലായിട്ടും ലൈറ്റിൻ്റെ എൻട്രി, അതുപോലെ തന്നെ എയർ സർക്കുലേഷൻ, എസ്തറ്റിക് അപ്പിയറൻസിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബെഡ്റൂംസിലാണ് നമ്മൾ കോമൺലി കോർണർ വിൻഡോസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഡോർമർ വിൻഡോസ്. പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, അതായത് സ്ലോപ്പിംഗ് റൂഫിൽ വെർട്ടിക്കലി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന വിൻഡോസാണ് ഡോർമർ വിൻഡോസ്. ഓക്കെ, ഈ ഡോർമർ വിൻഡോസിൽ നമ്മൾ പ്രോപ്പർ ലൈറ്റിങ്, അതേപോലെ തന്നെ പ്രോപ്പർ വെൻറ്റിലേഷൻ, ഓക്കെ, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഗുഡ് അപ്പിയറൻസ് ആണ്, ഗുഡ് എസ്തെറ്റിക്കൽ അപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ലിവിങ് സ്പേസിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യാനും ഡോർമർ വിൻഡോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലിവിങ് സ്പേസിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ പ്രോപ്പർ ഗുഡ് വെൻറ്റിലേഷൻ പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ ലൈറ്റിൻ്റെ എൻട്രിക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡോർമർ വിൻഡോസ് എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പിംഗ് റൂഫ് അല്ലെങ്കിൽ പിച്ച്ഡ് റൂഫിൽ കൊടുക്കുന്ന വെർട്ടിക്കൽ പ്രൊജക്ഷൻ ലൈക്ക് അപ്പിയറൻസ് ആണ് ഡോർമർ വിൻഡോസ്. നെക്സ്റ്റ് ഒന്നാണ് ഗേബിൾ വിൻഡോസ്. അതായത് വെർട്ടിക്കൽ വിൻഡോയാണ്, പിച്ച്ഡ് റൂഫിൻ്റെ ഗേബിൾ എൻഡിലാണ് നമ്മൾ ഗേബിൾ വിൻഡോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒന്നാണ് ലാൻറ്റേൺ വിൻഡോസ്. ഇത് പിക്ചറിൽ നോക്കും, അതായത് ഫ്ലാറ്റ് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് റൂഫ്സിൻ്റെ എല്ലാം ടോപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് വിൻഡോസാണ് ലാൻറ്റേൺ വിൻഡോസ്. ഇപ്പോൾ എന്തിനാണ് ഇത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ലൈറ്റിൻ്റെ എൻട്രിക്ക് വേണ്ടി. ഓക്കെ, അതുപോലെ തന്നെ ഫ്രഷ് എയറിൻ്റെ എൻട്രി എല്ലാം റൂമിലേക്ക് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാൻറ്റേൺ വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഈ വിൻഡോസ് എന്ന് പറയുന്നത് റൂഫ് ലെവലിൽ നിന്നും മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഫേസസ് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ഫേസസിലൂടെ കൂടുതൽ ലൈറ്റ് എഡ്മിറ്റ് ചെയ്യാൻ ലാൻറ്റേൺ വിൻഡോ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് സ്കൈലൈറ്റ് വിൻഡോസ്. സ്കൈലൈറ്റ് വിൻഡോസ് എന്താണ്? അതായത് പേര് തന്നെ അറിയാം, നമ്മൾ പ്രോപ്പർ ലൈറ്റിൻ്റെ സർക്കുലേഷന് വേണ്ടിയൊക്കെ പ്രോപ്പർ ലൈറ്റിൻ്റെ എൻട്രിക്ക് വേണ്ടിയാണ് നമ്മൾ സ്കൈലൈറ്റ് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും സ്കൈലൈറ്റ് വിൻഡോസ് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, മിക്കവാറും ഫിക്സഡ് ആയിരിക്കും. അതുപോലെ തന്നെ ടോപ്പിൽ ഹീറ്റിൻ്റെ അക്യുമുലേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്കൈലൈറ്റ് വിൻഡോസ് പ്രോപ്പർ വെൻറ്റിലേഷനും അതുപോലെ തന്നെ എന്താണ് ഫ്രഷ് എയറിൻ്റെ എൻട്രി എല്ലാം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ കൂടുതലായിട്ട് സ്കൈലൈറ്റ് വിൻഡോസ് യൂസ് ചെയ്യുന്നത് ലൈറ്റിൻ്റെ പ്രോപ്പർ എൻട്രിക്ക് വേണ്ടി തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് വെൻറ്റിലേറ്റേഴ്സ്. വെൻറ്റിലേറ്റേഴ്സ് എന്താണ്? സ്മോൾ വിൻഡോസ് ആണ്. ശരിക്കും സ്മോൾ വിൻഡോസ് തന്നെയാണ്, പക്ഷേ വിൻഡോനേക്കാളും ഗ്രേറ്റർ ഹൈറ്റിലാണ് നമ്മൾ വെൻറ്റിലേറ്റേഴ്സ് ഫിക്സ് ചെയ്യുക. ഓക്കെ, വിൻഡോസിനേക്കാളും ഗ്രേറ്റർ ഹൈറ്റിലാണ് നമ്മൾ വെൻറ്റിലേറ്റേഴ്സ് ഫിക്സ് ചെയ്യുക. അതായത് റൂഫ് ലെവലിൽ നിന്നും 30 to 50 സെൻറ്റിമീറ്റർ താഴെയാണ് നമ്മൾ വെൻറ്റിലേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, റൂഫ് ലെവലിൽ നിന്നും 30 to 50 സെൻറ്റിമീറ്റർ ബിലോ ആയിട്ടാണ് നമ്മൾ വെൻറ്റിലേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ വെൻറ്റിലേറ്റേഴ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ടോപ്പ് എഡ്ജ് ഇൻസൈഡ്, ബോട്ടം എഡ്ജ് ഔട്ട്സൈഡ് ആയിട്ടാണ് പോവുക. എന്തിനാണ്? റെയിൻ വാട്ടർ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് വെൻറ്റിലേറ്റർ കമ്പൈൻഡ് വിത്ത് വിൻഡോ. എന്താണ്? വിൻഡോയിൻ്റെ കണ്ടിന്യൂവേഷൻ പോലെ മുകളിൽ വെൻറ്റിലേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, പിക്ചറിൽ കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ വെൻറ്റിലേറ്റേഴ്സ് വിൻഡോയുടെ കണ്ടിന്യൂവേഷൻ പോലെ വിൻഡോസിൻ്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അതിന് നമ്മൾ വെൻറ്റിലേറ്റർ കമ്പൈൻഡ് വിത്ത് വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ഡോർസ് ആണ്. അപ്പോൾ ഡോർസ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പണബിൾ ഏരിയ ആണ്. ഓക്കെ, ഒരു റൂമിൻ്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തേക്കും പുറത്തേക്കും പോകാനുള്ളൊരു ഓപ്പണബിൾ ഏരിയ ആയിട്ടാണ് നമ്മൾ ഡോറ് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂഷ്വലി ഒരു വോളിൻ്റെ കോർണറിലായിരിക്കും നമ്മൾ ഡോർസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, മൂവ്മെൻറ്റ്സ് പോസിബിളാണ്. ഓക്കെ, ഓപ്പണബിൾ ഏരിയയിലൂടെയുള്ള പെഡസ്ട്രിയൻ മൂവ്മെൻറ്റ്സ് പോസിബിളാണ് ഇൻ കേസ് ഓഫ് ഡോർസ്. ദെൻ നെക്സ്റ്റ്, ഒരു ഡോറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഹൈറ്റിൻ്റെ 40 to 60% ആണ്. ഒരു ഡോറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഹൈറ്റിൻ്റെ 40 to 60% ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് വിഡ്ത്ത് പ്ലസ് 1.2 മീറ്റർ ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് വിഡ്ത്ത് പ്ലസ് 1.2 മീറ്റർ ആണ്. ഇനി നമുക്ക് റെസിഡൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഡോറിൻ്റെ സൈസ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം.
റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആണെങ്കിൽ എക്സ്റ്റേണൽ സൈസ് ഓഫ് ദ ഡോർ എന്ന് പറയുന്നത് 1/2 to 1.1 to 2 meters ആണ്. ഓക്കെ, ഇൻറ്റേർണൽ ഡോർസ് എത്രയാണ് കൊടുക്കുന്നത്? 0.9/2 to 1/2 meters ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബാത്റൂംസിൻ്റെ കേസിലാണെങ്കിൽ 0.7/2 to 0.8/2 meters ആണ് ബാത്റൂമിൻ്റെ കേസിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പബ്ലിക് ബിൽഡിങ്സിലാണെങ്കിൽ നമ്മൾ 1.2/2 meters, 1.2/2.1 meters, 1.2/2.2 meters എല്ലാം വാളിൻ്റെ സൈസ് ഡോറിൻ്റെ സൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തായി നമുക്ക് ഡോർസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡോർ ഫ്രെയിം എടുക്കുകയാണെങ്കിൽ ടോപ്പ് മോസ്റ്റ് ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് നമ്മൾ ഹെഡർ എന്ന് പറയുക. ഓക്കെ, ഡോർ ഫ്രെയിമിൻ്റെ ടോപ്പ് മോസ്റ്റ് ഹൊറിസോണ്ടൽ മെമ്പറാണ് ഹെഡർ. അതുപോലെ തന്നെ ബോട്ടത്തിൽ വരുന്ന ഹൊറിസോണ്ടൽ മെമ്പറാണ് സില്ല്. ഓക്കെ, ടോപ്പ് മോസ്റ്റ് മെമ്പറിന് ഹെഡർ എന്നും ബോട്ടം മോസ്റ്റ് നമ്മൾ സില്ലെന്നാണ് പറയാം. അതുപോലെ തന്നെ ഡോർ ഫ്രെയിമിൻ്റെ പ്രൊജക്ഷൻ, അതായത് ഒരു പ്രൊജക്ഷൻ നമ്മൾ കൊടുക്കും, അതിനെയാണ് നമ്മൾ ഹോൺ എന്ന് പറയുക. അവിടെ വരുന്നത് 100 to 150 mm ആണ് മെയിൻലി പ്രൊജക്ഷൻ നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇനി വെർട്ടിക്കൽ മെമ്പേഴ്സിന് നമ്മൾ പോസ്റ്റ് എന്നാണ് പറയുക. ഓക്കെ, ഇനി ഈ ഫ്രെയിമിനെ വോളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാസ്റ്റ് അയൺ മെമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഇത് നമ്മൾ ഹോൾഡ് ഫാസ്റ്റ് എന്നാണ് പറയുക. മിനിമം 20 cm ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ്. ഓക്കെ, ഇനി ഡോർ ഷട്ടേഴ്സിലൊരു ഡിപ്രഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ റിബേറ്റ് എന്നാണ് പറയുക. 10 to 15 mm ആണ് ഈ ഡിപ്രഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ്. നമ്മൾ പറയുന്ന പേരാണ് റിബേറ്റ്. ഓക്കെ, ജാമ്പ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ പോസ്റ്റിനാണ് നമ്മൾ ജാമ്പ് എന്ന് പറയുക. ഡോറിനെ സെക്യൂർഡ് ആയിട്ട് നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ജാമ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡോർ ഷട്ടേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഡോർ ഷട്ടേഴ്സിൽ വരുന്ന ടോപ്പ് മോസ്റ്റ് ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് നമ്മൾ ടോപ്പ് റെയിൽ എന്ന് പറയുക. ബോട്ടം മോസ്റ്റ് ഹൊറിസോണ്ടൽ മെമ്പറാണ് ബോട്ടം റെയിൽ. അതുപോലെ തന്നെ വെർട്ടിക്കൽ മെമ്പേഴ്സിനെയാണ് നമ്മൾ സ്റ്റൈൽ എന്ന് പറയാം. ഓക്കെ, ബാക്കി മെമ്പേഴ്സിനെയൊക്കെ നമ്മൾ ഇൻറ്റർമീഡിയറ്റ് റെയിൽസ് എന്നാണ് പറയാം. ഇനി മിഡിൽ പോർഷനിൽ വരുന്ന റെയിൽ, ഓക്കെ, മിഡിൽ പോർഷനിൽ വരുന്ന റെയിൽ അവിടെ നമ്മൾ ലോക്ക് പ്രൊവൈഡ് ചെയ്യുക. സോ നമ്മൾ മിഡിൽ പോർഷനിൽ വരുന്ന റെയിലിനെ ലോക്ക് റെയിൽ അല്ലെങ്കിൽ മിഡിൽ റെയിൽ എന്നാണ് പറയുക. ഇനി ഈ പാനൽസ് ഉണ്ടല്ലോ, പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഈ പാനൽസിൽ നമ്മൾ ഒരു വെർട്ടിക്കൽ പോർഷൻ യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യും. ആ പോർഷൻ നമ്മൾ മുള്ളിയൻ എന്നാണ് പറയുക. ഓക്കെ, പിക്ചറിൽ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ടെക്നിക്കൽ ടേംസ്. ഒന്ന് ഞാൻ നോക്കി മനസ്സിലാക്കാം കേട്ടോ. ഇനി അടുത്തതാണ് ടൈപ്സ് ഓഫ് ഡോർസ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് പാനൽ ഡോറ്. ഓക്കെ, പാനൽ ഡോറിൽ നമ്മൾ യൂഷ്വലി വീടുകളിലൊക്കെ കൊടുക്കുന്ന ടൈപ്പ് ഡോറാണ് ഈ പാനൽ ഡോറ്. പാനൽ ഡോറിൽ എന്താണ്, പാനൽസ് പ്രൊവൈഡ് ചെയ്യും. ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പാനൽസ് പ്രൊവൈഡ് ചെയ്യും. 1 to 6 നമ്പേഴ്സ് പാനൽസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒന്നാണ് ലെഡ്ജ് ഡോർ. അതായത് ഈ ലെഡ്ജ് ഡോർ എന്ന് പറയുന്നത് ടെമ്പററി സ്ട്രക്ചറാണ്. ഇവിടെ കുറച്ച് ടിമ്പർ പീസസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഡോറാണ്. ടെമ്പററി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ടൈപ്പ് ഡോറാണ്. വെർട്ടിക്കലി നമ്മൾ വെക്കുന്ന ടിമ്പർ പീസസ് നമ്മൾ ബാറ്റൻസ് എന്നാണ് പറയുക. ഹൊറിസോണ്ടലി വെക്കുന്ന ടിമ്പർ പീസസ് നമ്മൾ ലെഡ്ജസ് എന്നാണ് പറയുക. ഓക്കെ, ബാറ്റൻ ആൻഡ് ലെഡ്ജ് ഡോറിൻ്റെ പിക്ചറാണ്, നോക്കി മനസ്സിലാക്കാം കേട്ടോ. നെക്സ്റ്റ് ഒന്നാണ് ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ് ഡോർസ്. ഇവിടെ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു പോർഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ബ്രേസസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇൻക്ലൈൻഡ് മെമ്പറിനെയാണ് നമ്മൾ ബ്രേസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ് ഡോറിൽ സാധാരണ ലെഡ്ജ് ഡോറിലെ പോലെ തന്നെ ഇവിടെ എക്സ്ട്രാ ആയിട്ട് ബ്രേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഒന്നാണ് ഫ്ലഷ് ഡോർസ്. ഫ്ലഷ് ഡോർസ് എന്താണ്, മെയിൻലി നമ്മൾ പ്ലൈവുഡ് കൊണ്ടാണ് കവർ ചെയ്തിട്ടുണ്ടാവുക. ഈ പ്ലൈവുഡ് അതുപോലെ തന്നെ ഗുഡ് എസ്തെറ്റിക് അപ്പിയറൻസ്, ടെർമൈറ്റ് പ്രൂഫാണ്, ബെറ്റർ അപ്പിയറൻസിന് വേണ്ടി ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഫ്ലഷ് ഡോർ പ്രൊവൈഡ് ചെയ്യാറ്. മെയിൻലി 2 ടൈപ്സ് ഉണ്ട്, ഫ്രെയിംഡ് ഫ്ലഷ് ഡോറും അതുപോലെ തന്നെ ലാമിനേറ്റഡ് ഫ്ലഷ് ഡോറും. ഓക്കെ, ഇത് ഫ്രെയിംഡ് ഫ്ലഷ് ഡോറിൻ്റെ പിക്ചറാണ്, അതൊന്ന് നോക്കി മനസ്സിലാക്കുക.
എന്തൊക്കെയാണോ വരുന്നതെന്നൊക്കെ. നെക്സ്റ്റ് വൺ ലാമിനേറ്റഡ് ഫ്ലഷ് ഡോറിൻ്റെ പിക്ചറാണ്. അതിൽ എന്തൊക്കെയാണ് ഡിഫറൻസ്. ലാമിനേറ്റഡ് കോർ വരുന്നുണ്ട്, പ്ലൈവുഡ് പോർഷൻ വരുന്നുണ്ട്, നോക്കി മനസ്സിലാക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് വണ്ണാണ് ലൂവേർഡ് ഡോസ്. നമ്മൾ ഡോസിൻ്റെ കേസിൽ വിൻഡോസ് നോക്കിയ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലൂവേഴ്സ് എന്താണ്, പ്ലേറ്റ് ലൈക്ക് അപ്പിയറൻസ് ആണ്, പ്രോപ്പർ ഇൻക്ലിനേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, വാട്ടറിനെ ഉള്ളിലേക്ക് കടത്തിവിടില്ല, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ വിഷൻ ഒബ്സ്ട്രക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലൂവേഴ്സ് മൂവബിൾ ആയിരിക്കാം അല്ലെങ്കിൽ ഫിക്സഡ് ആയിരിക്കാം. ഓക്കെ, ലൂവേർഡ് ഡോറിൻ്റെ പിക്ചേഴ്സാണ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുക. നെക്സ്റ്റ് വണ്ണാണ് കൊളാപ്സിബിൾ സ്റ്റീൽ ഡോർ. കൊളാപ്സിബിൾ ഡോർസ് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക? സ്കൂൾസിൽ, ഗോഡൗൺസ്, സ്റ്റോറേജ് ഏരിയാസ്, ഗേറ്റ്സ്. ഓക്കെ, ഇവിടെയൊക്കെയാണ് നമ്മൾ കൊളാപ്സിബിൾ സ്റ്റീൽ ഡോർസ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ റോളേഴ്സ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഫ്രീ സർക്കുലേഷൻ പോസിബിൾ ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് റിവോൾവിംഗ് ഡോർ. റിവോൾവിംഗ് ഡോർ എന്ന് പറയുന്നത് പബ്ലിക് ബിൽഡിങ്സിൽ ഒക്കെയാണ് നമ്മൾ പബ്ലിക് ഏരിയാസിലൊക്കെയാണ് നമ്മൾ റിവോൾവിംഗ് ഡോർസ് യൂസ് ചെയ്യുക. എന്തിനാണ്? കൂടുതൽ ആൾക്കാർക്ക്, അതായത് പെട്ടെന്ന് മൂവ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവോൾവിംഗ് ഡോർസ് പബ്ലിക് ഏരിയാസിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ സെൻട്രലി നമ്മളൊരു വെർട്ടിക്കൽ പൈവോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് അറൗണ്ടായിട്ടായിരിക്കും നമ്മൾ റിവോൾവിംഗ് ഷട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് വിൻഡോസ് എന്താണ്, വിൻഡോസിൻ്റെ ടെക്നിക്കൽ ടേംസ്, ടൈപ്സ് ഓഫ് വിൻഡോസ്, അതുപോലെ തന്നെ എന്താണ് വെന്റിലേറ്റർ, അതുപോലെ തന്നെ ഡോസ് എന്താണ്, ഡോസിൻ്റെ ടെക്നിക്കൽ ടേംസ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഡോസ് ആണ് പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.